സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. തിരഞ്ഞെടുപ്പിലെ പരാജയം സമഗ്രമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എം സ്വരാജ്. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുതെന്നും സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു. യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാറുണ്ട്. അത് അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതില്ല. എന്നാൽ യോഗം സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ലെന്നും സ്വരാജ് പറഞ്ഞു. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങൾ ഇഷ്ടം നേടുന്ന തീരുമാനങ്ങളാണ് എടുക്കുക. തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്വരാജ് പറഞ്ഞു. കേരളത്തിൽ വലതുപക്ഷത്തിനൊരു പ്രിവിലേജ് ഉണ്ട്. ഇടതുപക്ഷത്തിന് വളരെ സൂക്ഷ്മമായ ഒരു പെശകെങ്കിലും പറ്റിയാൽ അത് പൊറുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മുടെ സമൂഹം കരുതുന്നത്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടുകൂടിയാവും. ഇടതുപക്ഷത്തിനുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും. നേരിയ ഒരു പെശക് പോലും സംഭവിക്കരുത് ഇടതുപക്ഷത്തിന് എന്നത് ഇടതുപക്ഷത്തോടുള്ള പൂർവ്വം വിശ്വാസവും കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വലതുപക്ഷത്തിന് വലിയൊരു പ്രിവിലേജ് കിട്ടാറുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുക, കോൺഗ്രസിൽ അതൊക്കെ കുറച്ചുണ്ടാവും, അതൊരു വക വെച്ചു കൊടുത്ത പോലെ. മറിച്ച് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിനൊരു നേരിയ പെശക് പോലും പറ്റരുത് എന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹത്തെ മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വലതുപക്ഷത്തിന് പക്ഷേ പലപ്പോഴും ഈ പ്രിവിലേജ് കിട്ടാറുണ്ട്. ആ പ്രിവിലേജ് എത്രത്തോളം ആകാം എന്നത് സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വലതുപക്ഷത്തെ സമ്പൂർണമായും ജനവിരുദ്ധമാക്കുന്നതിലേക്ക് നയിക്കുന്നത്ര പ്രിവിലേജ് കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണമായിരിക്കില്ല. അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പങ്കെടുത്തു. 2021 സംഭവിച്ചതുപോലെയായിരിക്കില്ല പ്രതിപക്ഷം പ്രവർത്തിക്കുക. നല്ലൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. ഇപ്പോൾ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഇതിനോടകം തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണ. അവർ തെറ്റായ വഴിയിലൂടെ പോയാൽ അതിനെ ശക്തമായി വിമർശിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.